ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Ansy കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരടിപൊളി മഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മഡ് ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ അറബിക് മസാല അല്ലെങ്കിൽ ഗരം മസാല, നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് നമുക്ക് സ്ക്വീസ് ചെയ്തെടുക്കാം, ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫുൾ ചിക്കനാണ്. ഇത് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. അപ്പോൾ ഇനി ഇതിനെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ പുറം വശമൊക്കെ ഒന്ന് വരിഞ്ഞു കൊടുക്കണം. കാരണം മസാലയൊക്കെ നല്ല പോലെ ഇതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉൾവശത്തൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ശേഷം ഇതിനെ നല്ല പോലെ കവർ ചെയ്തിട്ട് നമ്മളൊരു 2 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നല്ല പോലെ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇത് ഞാനിപ്പോൾ 2 മണിക്കൂർ നല്ല പോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് വാട്ടിയിട്ടായാലും ഇടാം കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ്, ഫ്രഷ് മല്ലിച്ചപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഒരു കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു നാരങ്ങയുടെ പീസ്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് ഉണക്ക നാരങ്ങയല്ലേ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എഗ്ഗും മസാലയൊക്കെ ഇട്ടിട്ട് നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ഏത് ഫ്ലേവറാണോ നമുക്കിഷ്ടം അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഷവായയുടെ ഉള്ളിലൊക്കെ ചെയ്തെടുക്കലില്ലേ, അതുപോലെ ഒന്ന് ജസ്റ്റ് ഇതൊക്കെ മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വാഴയുടെ ഇല വെച്ചിട്ട് നല്ല പോലെ കവർ ചെയ്തിട്ട് കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു ഇലയിൽ കവർ ചെയ്ത ശേഷം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നുകൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ അലൂമിനിയം ഫോയിൽ നല്ല പോലെ കവർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളെ മഡ് ചിക്കൻ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ നമ്മൾ മഡ് കൊണ്ട് ഒരു കവറിങ് ചെയ്യാം. അപ്പോൾ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനെ നല്ല പോലെ കവർ ചെയ്തെടുക്കണം.
ഇനി നമുക്ക് വേണ്ടത് മണ്ണാണ്. മണ്ണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വയലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മണ്ണാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ചെറിയ പശവശപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. വയലിൽ നിന്ന് കിട്ടുന്ന ചളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് മഴയുള്ള ടൈമിലൊക്കെ ഇത് നല്ല ചളിയായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ചളി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ആവശ്യത്തിൽ ഗ്ലൗസൊക്കെ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം ചിലർക്കെങ്കിലും ഇതൊരു സുഖമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ചെയ്തെടുത്താൽ മതി. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നമ്മൾ വയലിൽ നിന്നൊക്കെ എടുത്ത ചളി ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഇങ്ങനെ ഇത് നല്ല പോലെ ഫുൾ കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തെടുത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ തടവിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അത് വിള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തീ ഒന്ന് റെഡിയാക്കാം. അപ്പം നമ്മുടെ മഡ് ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തീ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊരു 40 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ നല്ല പോലെ ചൂടായിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അതിലേക്കുള്ളൊരു ചട്നിക്കാണ് കേട്ടോ അത്. മയണൈസും തൈരും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് നാരങ്ങ നീരും പച്ചമുളകും മല്ലിയിലയും ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളൊന്ന് അടിച്ചെടുത്താൽ നമുക്ക് നല്ലൊരു ഗ്രീൻ ചട്നി കിട്ടും ഇതിനെ കൂട്ടാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. കണ്ടില്ലേ, ഇത് നല്ല പോലെ ചൂടായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പൊളിച്ച് മാറ്റുമ്പോൾ സൂക്ഷിക്കണം, നല്ല ചൂടായിരിക്കും കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പോൾ നമ്മുടെ മഡ് ചിക്കനൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വിങ്ങി നല്ല അടിപൊളിയായിട്ട് വെന്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കുക്കുംബറും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉള്ളിയാണ് കേട്ടോ, വാടി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രീൻ ചട്നിയും മയണൈസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും, പിന്നെ ഒന്നും നോക്കാനില്ല, നമുക്ക് 2 പിടി അങ്ങോട്ട് പിടിച്ചാൽ മതി. കണ്ട ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.